നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? എന്നോട് നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? ഞാനെങ്കി ഇവിടെ കിടക്കില്ലായിരുന്നല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് വീട് വൃത്തിയാക്കിയപ്പോ നിങ്ങൾ എത്ര എളുപ്പത്തിൽ അത് വൃത്തിയേടാക്കി. സത്യം പറയുവാണെങ്കിൽ എന്തുമാത്രം ജോലികളാ ജോർദാർ ഇവിടെ ചെയ്യുന്നത് കണ്ടോ? ഇപ്പൊ അവന്റെ രൂപം പോലും ചൂല് പോലെയായി. അല്ല, ചൂലിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇവനെ കാണാൻ ഡസ്റ്റ്ബിന് പോലെയുണ്ട്. ചിരിക്കടാ, നന്നായിട്ട് ചിരിക്കീൻ. നിനക്കൊക്കെ എന്താ പ്രശ്നം? വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ തനിച്ചല്ലേ ചെയ്യുന്നത്. മേഡം ആണെങ്കിൽ എപ്പോഴും എന്നെ മാത്രം വഴക്ക് പറയുന്നത്. എടാ ജോർദാറെ നിക്ക്, നീ എവിടേക്കാ പോകുന്നേ? കണ്ടോ, ആ ഡോഗ് നമ്മൾ കൊരച്ച ഉടനെ പേടിച്ചോടി. ഡോഗ് എന്ന് പറഞ്ഞാൽ സിംഹം പോലെ ഉണ്ടാകണം. പക്ഷെ അവനെ നോക്ക്, ഇവൻ ഡോഗിന്റെ രൂപത്തിലുള്ള എലിക്കുട്ടിയാണ്. അല്ല ചേട്ടന്മാരെ, എല്ലാരും എന്നെ ആ എല്ലാരും നിന്നെ കണ്ട പേടിക്കും. നീ സിംഹം അല്ലേ? സിംഹം. എടാ, ഞങ്ങളെ നോക്ക്. ഞങ്ങൾ ദൂരത്തുനിന്ന് വന്നാൽ തന്നെ ഞങ്ങളെ കണ്ട് മനുഷ്യർ പേടിച്ചു ഓടും. നീ എന്താണെന്ന് വെച്ചാ ആൾക്കാരെ കണ്ടിങ്ങനെ പേടിച്ച എങ്ങനെയാ? അവനെ വെറുതെ വിട്ടേക്ക്. നീ വാ, നമുക്ക് പോയി നമ്മുടെ പണി നോക്കാം. നീ വാടാ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. പഠിക്കാത്ത കുട്ടിയെ സ്കൂളിൽ സാർ അടിച്ചു. കണ്ണു കാണാത്തവനെ പോലെ നീ എന്തിനാ എന്റെ കാറിൽ വന്നിടിച്ചു? കൈയടിക്കേ. സാറ് നന്നായിട്ട് ചിരിക്കേ. എല്ലാവർക്കും എന്നെ കണ്ട തമാശയാണല്ലോ. ആർക്കും എന്നെ കണ്ട പേടിയില്ല. അല്ല, പട്ടിയെ എന്തിനാണ് എല്ലാവരും പേടിക്കേണ്ടത്? മനുഷ്യർ പേടിക്കുന്നത് വലിയ വലിയ മൃഗങ്ങളെയാണ്. അതായത് പുലി, സിംഹം, കരടി, അങ്ങനെ. ഒരു മനുഷ്യനും ഡോഗിനെ പേടിക്കാറില്ല. അതിന്റെ ആവശ്യവുമില്ല. ഡോഗും അപകടകാരിയായ മൃഗമാണ്. ഞാനും അതുപോലെ തന്നെയാണ്. തോളിൽ തൂക്കിയിട്ട് നടന്നാൽ അതിന്റെ പേര് ബാഗാണ്. നീ എന്നും നല്ലൊരു ഡോഗാണ്. അടികൈ. അടിപൊളി, അടികൈ. എടാ, ഈ ജോർദാർ ശരിക്കും പേടിത്തോണ്ട് തന്നെയാ. ഒരു സംശയമില്ല. തനിക്കെന്താ കണ്ണു കണ്ടൂടെ? എന്നോടാണോ ചോദിക്കുന്നത്? കണ്ണ് കാണുന്നില്ല. നിക്കടാ അവിടെ, ഞാൻ കാണിച്ചു തരാം. നിക്കാനാ പറഞ്ഞേ, ഓടരുത്. നിക്കടാ അവിടെ. കൊള്ളാലോ. കൊള്ളാം. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ എല്ലാരും പേടിപ്പെടുത്താൻ പോവുകയാ. വേഗം ഓടിക്കോ. സിംഹം. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. സിംഹം, സിംഹം, ഓടിക്കോ, ഓടിക്കോ. ഒരു സിംഹം ഇറങ്ങിയിട്ടുണ്ട്. ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എടാ പൊപ്പട്ടെ, നമ്മുടെ ജോർദാർ പുറത്തു പോയിരിക്കാ. ആ സിംഹം കണ്ട അവന്റെ പണി തീരും. കൊച്ചളിയാ, നീ ചുമ്മാ മണ്ടത്തരം പറയല്ലേ. അത് സർക്കസിലുള്ള സിംഹമാണ്. അതിന് ഐറ്റം കാണിക്കാനേ അറിയാവൂ, അല്ലാതെ വേട്ടയാടാനൊന്നും അറിയില്ല. ശരി, ജോർദാറോട് പോയി. അത് പിന്നെ നമ്മൾ അവനെ വല്ലാതെ കളിയാക്കിയത് കൊണ്ട് ദേഷ്യം പിടിച്ചു പോയതാ. വാ, അവനെ കണ്ടുപിടിക്കാം. ആ, വേഗം വാ. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. വരുന്നോ, വരുന്നോ, ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. എല്ലാരും ഓട്, ഓട്, സിംഹം രക്ഷിക്കൂ, സിംഹം. ഓ നോ. കിട്ടി, ഇത് ഞാനാണ് ജോർദാർ. എവിടെ ജോർദാറിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. എന്നാ അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കിട്ടി, ദാ നോക്ക്, ഞാൻ എവിടെയുണ്ട്. ഞാൻ സിംഹമായി മാറി പേടിപ്പെടുത്തിയതാ.
എന്നാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ശരിയെന്നാ, പിന്നെ കാണാം. ശരി, ഒരിക്കൽ ഈ മുഖംമൂടി ഒന്ന് അഴിച്ചു കാണിച്ചേ. കിറ്റി, നീ ഒന്ന് അഴിച്ചെടുക്ക. എന്നെ കൂടെ അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവനെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഇവനെ അന്വേഷിച്ച് ഒരു ദിവസം മുഴുവൻ പാഴാക്കി. താങ്ക് ഗോഡ്, സിംഹത്തിനെ പിടിച്ചല്ലോ. അവരിപ്പോ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത് സോർദാറിനെയാണ്. പക്ഷെ സോർദാർ ഡോഗ് അല്ലേ, അവൻ എങ്ങനെ സിംഹമായി മാറാൻ കഴിയും? അവൻ സിംഹമായിട്ട് മാറിയാലും നീ പൂച്ചയായിട്ട് മാറില്ല. നീ എന്നും കഴുത തന്നെയാ. കിട്ടി ചുമ്മാ കളിയാക്കിയാണ്. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് സോർദാർ തന്നെയാ. അവൻ സിംഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നതാ. അവന് ആ മുഖംമൂടി എന്നെ അഴിച്ചു കാണിച്ചതുമാണ്. വീണ്ടും അഴിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോ അത് സ്റ്റക്കായി പോയി. അപ്പോഴേക്കും സർക്കസാർ വന്ന് അവനെ കൊണ്ടുപോയി. സോർദാറിന് നല്ല രസമായിരിക്കും. ഇനി സർക്കസിലുള്ള സിംഹത്തിന്റെ കൂടെ അവനെ ജീവിക്കാലോ. കഴുതേ, അവൻ ആ സിംഹത്തിന്റെ കൂട്ടിലേക്ക് പോയാൽ സിംഹത്തിന് കാര്യം പിടികിട്ടും. അവൻ ഡോഗാണ്, ഡോഗ്. അതെ, അത് അറിഞ്ഞു കഴിയുമ്പോ സിംഹം അവനെ അവിടുന്ന് പുറത്താക്കും. സോർദാർ തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യും. അത് സിംഹമാടാ, കഴുതയല്ല. സോർദാറിന്റെ പണി അത് തീർക്കും. അവനെ രക്ഷിച്ചേ മതിയാകൂ. വാടാ, സർക്കസിലേക്ക് പോകാം. ഓ എടാ പതുക്കെ, എനിക്ക് ഇത്ര വേഗത്തിൽ ഓടാൻ കഴിയില്ലടാ, മനസ്സിലായോ? എടാ നീ പൊപ്പട്ടല്ലേ, നീ എന്തിനാ വെറുതെ ഓടി വരുന്നത്? നിനക്ക് പറന്നു വന്നൂടെ? ഓ സോറി, വെപ്രാളത്തിനിടയ്ക്ക് മറന്നുപോയടേ. എങ്ങോട്ടാ പോകുന്നേ? സാർ, സാർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ സിംഹമല്ല, ഡോഗാണ്, ഡോഗ്. കൊള്ളാലേ, നീ ഇപ്പൊ കുരയ്ക്കാനും പഠിച്ചോ? കുറച്ച് കഴിയുമ്പോ സർക്കസിന്റെ അടുത്ത ഷോ തുടങ്ങും കേട്ടോ. അവിടെ പോയി നിന്റെ ഡ്രാമയൊക്കെ ചെയ്താൽ മതിയടേ. നോക്ക്, നമുക്കിനി ഇവനെ കൂട്ടിനകത്ത് തന്നെ ഇട്ടേക്കാം. ഇവരെന്താണ്, സിംഹമോ അതോ ഡോഗിയോ? സിംഹത്തിന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുക. സിംഹത്തിന്റെ നടത്തവും അല്ല, സിംഹത്തിന്റെ നെപ്പവും അല്ല. സാർ, സാർ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഡോഗ് തന്നെയാ. എന്നെ തെറ്റിദ്ധരിച്ച് അവരിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മിണ്ടിപ്പോകരുത്. ഒരു ഡോഗിന് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇത്ര ധൈര്യത്തിൽ വരാൻ പറ്റുമോ? വെറുതെ ഞങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കല്ലേ. നീ ശരിക്കും ഒരു ഡോഗ് ആയിരുന്നെങ്കിൽ ഇന്നേരം ഞങ്ങൾ നിന്നെ പിടിച്ച് തിന്നുമായിരുന്നു, മനസ്സിലായോ? അതൊക്കെ പോട്ടെ, നീ സിംഹമല്ലേ, പിന്നെ എന്തിനാ ഡോഗിനെ പോലെ അഭിനയിക്കുന്നേ? നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണ്. നീ പുതുതായിട്ട് വന്നതല്ലേ, അതുകൊണ്ടാ ഇത്രയ്ക്ക് പേടി. നോക്കൂ, ഇതാ നമ്മളുടെ സിംഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവൻ ഒരു സാധാരണക്കാരനാണെന്ന് നിങ്ങൾ കരുതണ്ട. ഇവൻ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അത് കണ്ടിട്ട് നിങ്ങൾ ആനന്ദിക്കും. അച്ഛാ, ഈ സിംഹത്തിനെ കാണുമ്പോ ഒരു ജോക്കറിനെ കാണുന്ന പോലെ ഉണ്ടല്ലേ? അളിയാ, ഈ കിടക്കുന്നതിൽ നമ്മുടെ സോർദാർ ഏതാണ്? അത് എളുപ്പമല്ലേ. ഞാൻ ഉടൻ തന്നെ അകത്ത് പോയിട്ട് അവരോട് തന്നെ ചോദിക്കാം. വിഡ്ഢികളെ പോലെ സംസാരിക്കുകയാണെങ്കിൽ അവൻ തന്നെ ആയിരിക്കും നമ്മുടെ സോർദാർ. ഈ ഹണിക്കഴുതയെ ഇതിനകത്ത് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. സംശയമില്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കേട്ടില്ലേ, സിംഹമായ രാജാവ് ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് ഒറ്റക്കാലിൽ വിദ്യ കാണിക്കുന്നതായിരിക്കും. എന്താ നീ കാണിക്കുന്നത്? എന്റെ മാനം കളയണോ? ചെല്ലേ, വിദ്യകൾ കാണിക്കേ. എടാ, നീ എന്താ ഈ കാണിക്കുന്നത്? വിദ്യകൾ നന്നായിട്ട് കാണിക്കേ. ബണി, ബണി, ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ രക്ഷിക്ക്. ഇവൻ ആരെടുത്തുനിന്ന് രക്ഷിക്കാനാ? ഇവിടെ സിംഹമൊന്നും ഇല്ലല്ലോ. കഴുതേ, സോർദാറിനെ എങ്ങനെയെങ്കിലും സർക്കസാരിൽ നിന്ന് രക്ഷിക്കണം. ഞങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കുവാണോ? ഡോഗിന് സിംഹത്തിന്റെ മോമൂടിയിട്ട് ഞങ്ങളെല്ലാരും നിങ്ങൾ കബളിപ്പിക്കാൻ നോക്കുമായിരുന്നോ? ഇവന്മാരെ വെറുതെ വിടരുത്. ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. എന്നാൽ അതെങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെടുത്തിയില്ലേ, അങ്ങനെ. വേണ്ട, ഇത് സുഹൃത്തുക്കൾക്ക് ചെയ്യുന്ന ത്യാഗമാണ്. ഓഹോ, പിടിച്ചോ, ഓടിക്കോ.
തീ പിടിച്ചു. രക്ഷിക്കൂ. ഓടിക്കോ. എടാ നിക്ക. എടാ സോദർ, നീ എന്തേ കാണുന്നത്? വേഗം വാ, വേഗം വാ, പെട്ടെന്ന് വാ, വാ. ആ. ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എവിടെ ഭാഗ്യം? എനിക്കും കാണിക്കേ. കഴുതേ, നീ നന്നാവുകയില്ല. എന്താണ് ബ്രോ, വീണ്ടും സിംഹം കൊതിയുണ്ടോ? ഇല്ല. രൂപത്തിൽ നീ സിംഹം അല്ലെങ്കിലും ഞങ്ങൾക്കെന്നും നീ സിംഹം തന്നെയാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ സോർദാർ, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതാ. ഒരു കുഴപ്പമില്ല കൂട്ടുകാരെ. ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കളാ, എന്നും ഇതുപോലെ തന്നെ ആയിരിക്കും.